ഇന്ന് നല്ലൊരു രസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ചോറുണ്ണാനായിട്ട് ഇതുപോലൊരു രസം ഉണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് വേറെ കറികളൊന്നും വേണ്ട. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള രസമാണ്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ചതച്ചെടുക്കാൻ സൗകര്യമുള്ളവർ കല്ലിൽ വെച്ച് ചതച്ചെടുത്താൽ മതി കേട്ടോ. അല്ലാത്തവർക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്നൊന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ഒരു 8 അല്ലി വെളുത്തുള്ളി ഉണ്ട്, ഒരു 7 അല്ലിയോളം കുഞ്ഞുള്ളി ഉണ്ട്, 1.5 സ്പൂൺ ജീരകം. ഇവിടെ ഞാൻ പച്ചക്കുരുമുളകാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 2 തിരി ഫുള്ള് പച്ചക്കുരുമുളക് എടുത്തിട്ടുണ്ട്. പച്ചക്കുരുമുളക് ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉണക്ക കുരുമുളകാണെങ്കിൽ അതെടുക്കുക. ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. അടുത്തത് നമുക്ക് പുളി വേണം. ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ചൂടുള്ള വെള്ളത്തിലിട്ട് ഒരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് അരിച്ച് നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കണം. ഈ സമയത്ത് ഉണക്കമുളകുള്ളവർക്ക് 2 ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ മൂപ്പിച്ചാൽ മതിയാവും. ചതച്ച് വെച്ച മസാലയൊക്കെ മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് തക്കാളി ചേർക്കാം. നല്ല പഴുത്ത തക്കാളി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഒരു വലിയ തക്കാളി തന്നെ എടുക്കുക. ചെറിയ തക്കാളി ആണെങ്കിൽ 2 എണ്ണം ചേർക്കാം. തക്കാളി ഇതുപോലെ ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെ വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റ് മതിയാവും. ഇനി അതിലേക്ക് ഒരു 1/4 സ്പൂണോളം ഉപ്പും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂണിൽ താഴെ മല്ലിപ്പൊടി കൂടെ ചേർത്ത് പൊടിയുടെ പച്ചമണം മാറാൻ 1 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഒരു 2 മിനിറ്റ് നേരത്തോളം മീഡിയം ഫ്ലെയിമിലിരുന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ. തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് ഇനി 2 കപ്പ് വെള്ളം ചേർക്കണം. ഈ വെള്ളം ഇനി ഒരു 5 മിനിറ്റ് നേരം തന്നെ നന്നായിട്ട് തിളച്ച് വരണം. ഒരു 1/4 സ്പൂൺ കായപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണ്ടവർക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർക്കാം. ഒരു പിടി മല്ലിയിലയും ഒരു 2 തണ്ട് കറിവേപ്പില കൂടെ ചേർക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഇരുന്ന് തിളയ്ക്കട്ടെ. ഇത്രയേ ഉള്ളൂ നമ്മുടെ രസം. നല്ല ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഒരിക്കലെങ്കിലും രസം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്